ഹായ് ഫ്രണ്ട്സ്, ക്രിസ്മസ് പ്ലം കേക്കിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ എങ്ങനെയാണ് സോക്ക് ചെയ്യുന്നത് എന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ ഈ രീതിയിലാണ് എപ്പോഴും സോക്ക് ചെയ്തിട്ട് കേക്ക് ചെയ്ത് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആദ്യം തയ്യാറാക്കിയാൽ ബാക്കിയുള്ളതാണ്. അപ്പോൾ ഇത് അടുത്ത ബാച്ചിനാണ് സോക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഉണങ്ങിയ പാത്രം എടുക്കുക. ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ടൂട്ടി ഫ്രൂട്ടി 1 കിലോ, അത് റെഡും ഗ്രീനും 1/2 കിലോ വീതമാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ ഉണക്കമുന്തിരി ബ്ലാക്കും നോർമലായിട്ടുള്ളത് ടോട്ടൽ 1 കിലോ. പിന്നെ ഈത്തപ്പഴം 1/2 കിലോ കുരു കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞത്, ചെറി 1/2 കിലോ തന്നെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഓറഞ്ചിൻ്റെ തൊലി, ഇത് 50 ഗ്രാം ഉണ്ട്, ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ കാൻഡി, ഇഞ്ചി, അത് നമുക്ക് ചെറുതാക്കി തന്നെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഗരം മസാല 3 ടേബിൾ സ്പൂൺ. ഇതിൻ്റെ വീഡിയോ നെക്സ്റ്റ് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പിന്നെ കേക്ക് ഉണ്ടാക്കുമ്പോഴും ഗരം മസാല ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതിൽ ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ചേർക്കുന്നത് മിക്സ്ഡ് ജാമാണ്. ഇത് ഏകദേശം ഒരു 300 ഗ്രാം ചേർക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ചേർക്കും കുറേശ്ശെ. പിന്നെ നമ്മളിത് സോക്ക് ചെയ്യുന്നത് ഓറഞ്ച് ഫ്ലേവർ ആയിട്ടുള്ള ജ്യൂസ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജ്യൂസിലാണ് ഇത് സോക്ക് ചെയ്ത് വെക്കുന്നത്. നമ്മളിപ്പോൾ ചെയ്യുന്നത് നോൺ ആൽക്കഹോളിക് ഫ്രൂട്ട്സ് മിക്സിംഗ് ആണ്. ഇത് നമുക്ക് ഒരു 3 മാസം വരെയൊക്കെ കേടുകൂടാണ്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന മെത്തഡാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടുള്ള കാഷ്യൂ നട്ടും പിന്നെ ആൽമണ്ടും ഇപ്പോൾ ചേർക്കുന്നില്ല. അത് രണ്ടും കേക്ക് ചെയ്യുമ്പോഴാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ അത് നമുക്ക് ക്രിസ്പി ആയിട്ട് കടിക്കാൻ കിട്ടത്തില്ല. നമ്മൾ ഡയറക്റ്റ് അന്നേരം ചേർക്കുമ്പോൾ നമുക്ക് കേക്ക് കടിക്കുമ്പോൾ അതിനകത്ത് നല്ല ക്രിസ്പിനെസ് കിട്ടും. അതുകൊണ്ട് അത് രണ്ടും ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല. ഗ്ലൗസ് ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ജ്യൂസ് പകുതിയാണ് ചേർത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഈ പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് ഈ ഫ്രൂട്ട്സ് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം ജ്യൂസ് ഒഴിച്ച് കൊടുക്കാനായിട്ട്. പിന്നെ ഞാനിതിപ്പോൾ ഒരു അരമണിക്കൂർ പുറത്ത് വയ്ക്കും. അരമണിക്കൂർ കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചേർത്തിട്ടുള്ള മുന്തിരി ജ്യൂസൊക്കെ വലിച്ചെടുക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കുറച്ചുകൂടി ജ്യൂസ് ഒഴിച്ച് കൊടുക്കണം. നമ്മളിവിടെ ടോട്ടൽ ഏകദേശം 3.5 കിലോ വരെ ഡ്രൈ ഫ്രൂട്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ലിറ്റർ ജ്യൂസ് വേണ്ടി വരും. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മണിക്കൂറിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കും. ഇത് നമുക്ക് 3 മാസത്തേക്കാളധികം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇത് ഇരിക്കും തോറും ടേസ്റ്റ് കൂടും. കുറഞ്ഞത് നമ്മൾ ഒരു ദിവസമെങ്കിലും സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം കേക്ക് ഉണ്ടാക്കുക. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം തണുവ് പോയതിന് ശേഷം നമുക്ക് കേക്കിന് യൂസ് ചെയ്താൽ മതി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ക്രിസ്മസിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കൂടുതൽ വീഡിയോയ്ക്കായി നമ്മുടെ